ഹലോ, വെൽക്കം ടു നല്ല നേരം എയു. ഇന്ന് നമ്മുടെ സർവൈവൽ കുക്കിംഗ് സീരീസ് പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന റെസിപ്പി ഗോതമ്പപ്പം അഥവാ കയ്യെ പരത്തിയ അപ്പം അഥവാ ടൈപ്പപ്പമാണ്. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് 1 പിടി തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്, അതായത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് മധുരം ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കറി കൂട്ടി കഴിക്കുന്നതിനാൽ 1/2 ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യുക. അധികം ലൂസും ആവരുത്, എന്നാൽ നല്ല തിക്ക് ബാറ്ററും ആയിരിക്കരുത്. പിന്നീട് ഇത് പരത്താൻ വേണ്ടി നമുക്ക് ദോശക്കല്ലോ അഥവാ നോൺ സ്റ്റിക്ക് പാനോ എടുക്കാവുന്നതാണ്. ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എണ്ണയോ ഗീയോ തടവിയിട്ട് വേണം പരത്തി തുടങ്ങാൻ. നോൺ സ്റ്റിക്ക് പാനാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടി വേണം പരത്താൻ. പക്ഷെ ഞാനിവിടെ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നൊരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അത് വെളിയിലേക്ക് എടുത്ത് മാറ്റിയിട്ടാണ് പരത്തുന്നത്. സോ നമ്മുടെ കൈ പൊള്ളാനൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ്. സോ പരത്തുമ്പോൾ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ അകം വേവത്തില്ല, തിന്നായി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ലെവലിൽ വേണം പരത്താൻ. പിന്നീട് അതിന് മുകളിലേക്ക് ലേശം ഓയിലോ ഗീയോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് 2 തൊട്ട് 4 മിനിറ്റ് നേരത്തേക്ക് 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് കുക്ക് ചെയ്തെടുക്കുക. സോ നമ്മുടെ ഗോതമ്പപ്പം ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇത് നമുക്ക് കറിയോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്ത് റെസിപ്പിയാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.